ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവർക്കും? സുഖമല്ലേ? സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മൈ ഫസ്റ്റ് വീക്ക് ഇൻ എജിപ്പോർട്ട് ആസ് എ ജെ റിപ്പീറ്റർ. സോ ഗൈസ്, ആദ്യം തന്നെ ഞാൻ ഹോസ്റ്റലിനെ കുറിച്ചും പിന്നെ അവിടുത്തെ ഡെയിലി റൂട്ടൈൻ പിന്നെ അതുപോലെ ഫുഡിനെ കുറിച്ചും പറഞ്ഞിട്ട് ക്ലാസ്സസിനെ കുറിച്ച് പറയാം. ഓക്കെ, സോ ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോയ്സ് ഹോസ്റ്റൽ ഇൻകൽ മലപ്പുറത്ത് ഞാൻ പഠിക്കുന്ന ഭാഗത്ത് രണ്ടെണ്ണം ഉണ്ട്. ഒന്നുകൊണ്ട് ക്യാമ്പസ് ഹോസ്റ്റലും ഒന്നുകൊണ്ട് ഇൻകൽ ഹോസ്റ്റലും. ഇൻകൽ ഹോസ്റ്റലിൽ നിന്നായിരിക്കുന്നത്. ക്യാമ്പസ് ഹോസ്റ്റൽ കുറച്ച് അടുത്താണ് കമ്പാരിറ്റീവ്ലി, ഞങ്ങളുടെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ. രണ്ടും അടുത്ത് തന്നെയാണ്. ഒരു 5 മിനിറ്റ് നടന്നാൽ എത്തുന്നുള്ളൂ, അത്ര അടുത്താണ്. എൻ്റെ റൂമിനെ കുറിച്ച് പറയാം. എൻ്റെ റൂമിൽ 8 ഷെയറിംഗ് ആണ്. അതിലിപ്പോൾ 5 പേരേ വന്നിട്ടുള്ളൂ, 3 പേര് വരെ അറിയില്ല. കുറച്ച് വൈഡായിട്ട് സ്പേസൊക്കെ ഉണ്ട്. എല്ലാ സ്റ്റുഡൻസിനും ഒരു കട്ടിലും ഒരു അൽമാര, ചെറിയ ഒരു അൽമാരയുമാണ് അലോക്കേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ ഡെയിലി റൂട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെയിലി 5 മണിക്ക് എണീക്കണം. എല്ലാവർക്കും കറക്റ്റായിട്ട് ഡെയിലി 5 മണിക്ക് എണീക്കണം. പിന്നെ 5:30 സ്റ്റഡി ഹാളിൽ പോകണം. എല്ലാവരും പഠിക്കുന്ന സ്റ്റഡി ഹാളാണ്, ആരും ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്നില്ല. ഒരു കോമൺ സ്റ്റഡി ഹാളുണ്ട്, അവിടെ AC ഉണ്ട്. അതാണ് രാവിലെ എണീച്ച് AC കൊള്ളണം. അവിടെ AC ഉണ്ട്. ആ കോമൺ സ്റ്റഡി ഹാളിൽ എല്ലാവരും വന്ന് പഠിക്കും. അവിടെ തന്നെയാണ് എപ്പോഴും പഠിക്കേണ്ടത്, രാവിലെ മാത്രമൊന്നുമല്ല. സോ 5:30 പഠിക്കാൻ പോകണം. പിന്നെ 6:30 വരെ കറക്റ്റ് പഠിക്കണം, വേറൊരു ചോയ്സില്ല. പിന്നെ 6:30 കഴിയും. പിന്നെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബെല്ലടിക്കും. ബ്രേക്ക്ഫാസ്റ്റ് സമയം കഴിഞ്ഞ് 7:30 ഹോസ്റ്റലിൽ പോകണം. ക്ലാസ് തുടങ്ങുന്ന 7:45 എല്ലാ ദിവസവും 2 സബ്ജക്റ്റ് എടുക്കാം. അപ്പോൾ 7:45 മുതൽ 11:15 വരെ ഒരു സബ്ജക്റ്റ്, 11:15 മുതൽ 3:15 വരെ വേറൊരു സബ്ജക്റ്റ്. പിന്നെ ഇതിനിടയിൽ ബ്രേക്ക് ഉണ്ടാവും, പിന്നെ ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും. പിന്നെ 3:15 കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ പോകാം. ഹോസ്റ്റലിൽ പോയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ 4 മണിക്ക് ബെല്ലടിക്കും. ചായക്കുള്ള ബെല്ല്, ചായ കിട്ടും. പിന്നെ അതിന് കൂടെ ഒരു കടിയും കിട്ടും. പിന്നെ 4:15 ടു 5:30 വരെ സ്റ്റഡി ഹാളിൽ പഠിക്കാനുള്ള സമയമാണ്. എല്ലാവരും സ്റ്റഡി ഹാളിൽ പോകും, പഠിക്കണം 5:30 വരെ. പിന്നെ 5:30 ബെല്ലടിക്കും. പിന്നെ അപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും ചിലവർ. പിന്നെ 5:30 ബെല്ലടിക്കും. പിന്നെ 5:30 ബെല്ലടിക്കും. പിന്നെ 6:10 ഫോൺ ടൈമാണ്. 6:10 മുതൽ 6:30 വരെ. ഇപ്പോൾ ഫോൺ കൊണ്ടുപോകാത്തവർക്ക് ഈ ഹോസ്റ്റൽ ഫോൺ ആണെങ്കിൽ പിന്നെ 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇല്ലാത്തവർക്ക് വീട്ടിൽ നിന്ന് ഫോൺ എടുത്തവർക്ക് 20 മിനിറ്റ് സമയം കിട്ടും കോൾ ടൈം. പിന്നെ എല്ലാ ദിവസവും കോൾ ചെയ്യാനൊന്നും പറ്റില്ല. എന്താ പറയുക, ഒരാഴ്ച ഒരു തവണ പറ്റുള്ളൂ. പിന്നെ സൺഡേ എല്ലാവർക്കും പറ്റും. ഓരോ ഫ്ലോർ അനുസരിച്ചിട്ടാണ് കോൾ ടൈം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 20 മിനിറ്റ് മാത്രം സംസാരിക്കാൻ പറ്റുള്ളൂ. സൺഡേ അരമണിക്കൂർ സംസാരിക്കാൻ പറ്റും. പിന്നെ സ്വിച്ച് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ 6:30 ബെല്ലടിക്കും. പിന്നെ 6:30 ഡിന്നർ കഴിക്കാം. 6:30 മുതൽ 7 മണി വരെ. പിന്നെ 7:30 വീണ്ടും ബെല്ലടിക്കും. സ്റ്റഡി ഹാളിൽ പോകണം. പിന്നെ 7:30 മുതൽ 10:30 ബെല്ലടിക്കും. അതുവരെ സ്റ്റഡി ഹാളിൽ പഠിക്കണം. സോ പിന്നെ 11 മണിക്ക് ഉറങ്ങണം. പിന്നെ വീണ്ടും അടുത്ത ദിവസം 5 മണിക്ക് എണീക്കണം. റിപ്പീറ്റ്. ഇതാണ് ഒരു ടിപ്പിക്കൽ റൂട്ടൈൻ എല്ലാവരുടെയും. സോ ക്ലാസ്സസ് പറഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം ഫൗണ്ടേഷൻ ആയിരുന്നു ഞങ്ങൾ കിട്ടിയത്. അപ്പോൾ JEE ബാച്ച് 3 ആണ്. 1, 2, 3 ഉണ്ട്. ബാച്ച് 3യിൽ ഒരു ടോട്ടൽ സ്ട്രെങ്ത്ത് ഒരു 100 പേരുണ്ടാവും. 100 പേരുണ്ടാവില്ല, 100 പേരിൻ്റെ അടുത്തുണ്ടാവും കുട്ടികൾ. ഞങ്ങൾക്ക് ആദ്യത്തെ 3 ദിവസം ഫൗണ്ടേഷൻ ക്ലാസ് കിട്ടിയത്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രീൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻസ്, ഫണ്ടമെൻ്റൽസൊക്കെ പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സസ്. അതിനുശേഷം ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. പിന്നുള്ള ഒരാഴ്ച മൊത്തം ക്ലാസ്സസ് ആയിരുന്നു. പിന്നെ നല്ല സ്പീഡാണ്, എല്ലാ ചാപ്റ്റേഴ്സും പോകുന്നു, എല്ലാ സബ്ജക്റ്റും പോകുന്നു. കുഴപ്പമില്ല, ക്ലാസ്സസൊക്കെ അടിപൊളി. സാറുമാരൊക്കെ നല്ല കോൺസെപ്ഷ്യൽ രീതിയിലും നല്ല സാറുമാർ സൂപ്പറായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ജീനിയസ്. ആ ട്രാക്കിൽ ഞാൻ വന്നിട്ടില്ല. ട്രാക്കിൽ വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. പിന്നെ അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊന്നും ഒന്നുമില്ല എന്ന്. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 97% ആയിട്ടുണ്ട് കീമാന്. അവനക്ക് മേ ബി നല്ലൊരു കോളേജ് കിട്ടാൻ ചാൻസ് നല്ല കൂടുതലാണ്. അതിന് പകരം അവൻ IIT നോക്കുകയാണ്, JEE മെയിൻസ് നോക്കുകയാണ്. അതുപോലെ വേറെ എൻ്റെ ഹോസ്റ്റലിലാണെന്ന് അറിയില്ല. പിന്നെ എൻ്റെ ക്ലാസ് JEE ബാച്ച് 3യിലുള്ള ഒരു കുട്ടിയിൽ അവനക്ക് IIIT കോട്ടയം കിട്ടി. പക്ഷെ അവൻ പോയില്ല, കാരണം IITക്ക് വേണ്ടി.
സോ അത്രയും കോമ്പറ്റീഷനാണ്. ഞാൻ അവിടെ പോയപ്പോൾ നല്ല കോമ്പറ്റേറ്റീവ് വേൾഡാണ്. എല്ലാവരും പഠിക്കുന്നു. പിന്നെ ഒരു ഗുണം പറഞ്ഞാൽ അവിടെ പോയിട്ട് സ്റ്റഡി അവറിൽ പഠിക്കാൻ പോകില്ല. അപ്പം എല്ലാവരും പഠിക്കും. ആരും അങ്ങനെ പഠിക്കാതിരിക്കുകയില്ല. ഇപ്പം ഞാൻ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് വല്ലതാണെങ്കിൽ അങ്ങനെ പഠിക്കൊന്നുമില്ല. പ്രൊക്കാസ്റ്റിനേഷനൊക്കെ അടിച്ച് മെല്ലെ പഠിക്കുള്ളൂ. അങ്ങനെയാണ്. എൻ്റെ ലെവലൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. 93%, 94% ഒന്നുമില്ല സത്യം പറയാലോ. ഞാൻ എവിടെയോ പോയി. ഞാൻ ആ ട്രാക്കിൽ വരാൻ കുറച്ച് സമയം എടുക്കും, എന്നെല്ലാം വരും. പിന്നെ അവിടെ പോയ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നിരിക്കാൻ കാരണം ഞാൻ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി. സോ അതിന് വേണ്ടി എന്നെ വന്നതാണ്. പിന്നെ നാളെ തന്നെ പോകുകയും ചെയ്യും ഞാൻ. പിന്നെ എനിക്ക് ഫോണ് കിട്ടില്ല, പാരൻസിൻ്റെ അടുത്ത് വരാനും പറ്റില്ല. സോ ഞാൻ ആദ്യം തന്നെ പറയണ ഗൈസ്, ഞാൻ ഒരു കുറച്ച് ലോങ് ഡേയ്സ് ഞാൻ ബ്രേക്ക് എടുക്കുകയാണ് ഫ്രം യൂട്യൂബ്. യെസ്, ബ്രേക്ക് എടുക്കുകയെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഫോണ് കിട്ടണ്ടേ. യെസ്, ഫോണ് കിട്ടില്ല. സോ അത് പറഞ്ഞിട്ട് നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണ്ടട്ട പ്ലീസ്. ഞാൻ ഇതിന് ശേഷം ഒരു തിരിച്ചുവരവുണ്ടാവും, ഒരു അൾട്ടിമേറ്റ് കംബാക്ക്. IIT ബോംബെ CS ബ്രാഞ്ച്. സോ ഗൈസ്, വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.